ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസത്തിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് സ്റ്റഡി നോട്ട്സ് ആയിട്ടൂടെ ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഡോക്ടർ സാമുവൽ ജോൺസൺ 18-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരനും സാഹിത്യ വിമർശകനായിരുന്നു അദ്ദേഹം. made lasting contributions to English literature as a poet, playwright, essayist, literary critic, biographer, editor and lexicographer. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള സാഹിത്യ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കവിതകൾ, ലേഖനങ്ങൾ, നാടകങ്ങൾ, ബയോഗ്രഫികൾ തുടങ്ങിയത്. കൂടാതെ അദ്ദേഹം ഒരു സാഹിത്യ വിമർശകനായിരുന്നു, ഒരു ലെക്സിക്കോഗ്രാഫർ വരെയായിരുന്നു, അതായത് ഡിക്ഷണറികൾ ഉണ്ടാക്കുന്ന ഒരാൾ വരെയായിരുന്നു അദ്ദേഹം. exerted a greater influence on his age than any English critic has done in the past. അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ഏത് സാഹിത്യ വിമർശകനേക്കാളും കൂടുതൽ ഒരു ഇൻഫ്ലുവൻസ് അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ വർക്ക്സ് പബ്ലിഷ്ഡ് മെയിൻലി ആസ് എസ്സേസ് ഇൻ ദ റാംബ്ലർ ആസ് എ ട്വൈസ് വീക്ക്ലി പീരിയോഡിക്കൽ. ഇദ്ദേഹത്തിന്റെ ഈ സാഹിത്യ വിമർശനങ്ങൾ ലേഖനങ്ങളായിക്കൊണ്ട് ഒരു വാരികയിലാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നത്. Critical insights were witty, acerbic, provocative, sometimes radical, and always grounded in his extensive reading. ഇനി ഇദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ ഒരു സവിശേഷത, അത് വിറ്റിയാണ്, അതായത് കുറച്ച് ഹ്യൂമറസ് ആണ്, അതുപോലെ തന്നെ അസേബിക് ആണ്, അതായത് കുറച്ച് രൂക്ഷമായിട്ടുള്ള ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പ്രൊവോക്കേറ്റീവ് ആണ്, വായിക്കുന്ന ആളുകൾക്ക് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാകുന്ന തരത്തിലാണ്. പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വലിയ ഒരു വായനയുണ്ട്. ആ വായനയിൽ നിന്ന് ലഭിച്ച അറിവുകളൊക്കെയാണ് അദ്ദേഹം ഈ ഒരു സാഹിത്യ വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള ലേഖനങ്ങളിൽ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു ക്രിറ്റിസിസത്തിന് നമ്മൾ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്നാണ് പൊതുവായിട്ട് പറയുന്നത്. ലിറ്ററേച്ചർ ഷുഡ് റിഫ്ലക്ട് ദ റൈറ്റേഴ്സ് ഏജ് ആൻഡ് എൻവയോൺമെന്റ്. അതിന്റെ കാരണം ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു സാഹിത്യകാരന്റെ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരിയുടെ കൃതികൾ ആ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ വായനക്കാർക്ക് കൊടുക്കുന്നതായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന പല കൃതികളും പണ്ടുള്ള കാലത്ത് ആളുകൾ എഴുതിയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ പുതിയ കാലത്ത് എഴുതിയിട്ടുള്ളതുണ്ട്. ആ രീതിയിൽ ഒരു സാഹിത്യ കൃതിക്കകത്ത് ഏത് കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചിരുന്നത്, ആ കാലഘട്ടത്തിന്റെ സമൂഹത്തെ കുറിച്ചിട്ടൊരു ചിത്രം ആളുകൾക്ക് ലഭിക്കണം എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നത്. To judge an author, one must understand the needs of their time and how they met them. അതുപോലെ തന്നെ ഒരു ഓതറിനെ, ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചിരുന്ന കാലഘട്ടം എന്താണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം. ആ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും അവർ എഴുതിയിട്ടുണ്ടായിരിക്കുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ജോൺസൺ പ്രൈസസ് പോയറ്റ്സ് ഹൂ മിറർ സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദെയർ ടൈം, ലൈക്ക് ഷേക്സ്പിയർ ഹൂ റോട്ട് അബൌട്ട് യൂണിവേഴ്സൽ ഇഷ്യൂസ് ആൻഡ് കോമൺ പീപ്പിൾ, നോട്ട് ജസ്റ്റ് ഇൻഡിവിജ്വൽ ബീയിങ്സ്. ഇനി ഇദ്ദേഹം പ്രശംസിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കാലഘട്ടത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങൾ അവതരിപ്പിക്കുന്ന എഴുത്തുകാരെയാണ്. ഷേക്സ്പിയറിനെ പോലെ യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവര്, സാധാരണക്കാരുടെ ജീവിതങ്ങളെ കുറിച്ച് എഴുതുന്നവര്, അത്തരം സാഹിത്യകാരെയാണ് ഇദ്ദേഹം പ്രശംസിച്ചിരുന്നത്. അതല്ലാതെ വ്യക്തികളെ കുറിച്ചോ അല്ലെങ്കിൽ അവരവരുടെ ഫീലിങ്സിനെ കുറിച്ചോ വലിയ രീതിയിൽ എഴുതുന്ന ആളുകളെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു കാലഘട്ടത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളും ആ കാലഘട്ടത്തിലെ ആളുകളുടെ ജീവിതവുമാണ് സാഹിത്യത്തിൽ പ്രതിഫലിക്കേണ്ടതെന്നാണ് അഭിപ്രായപ്പെടുന്നത്. അക്കോർഡിംഗ് ടു ജോൺസൺ, ആർട്ടിസ്റ്റ് ഹു ഡെപ്പിക്ട് കോമൺ ലൈഫ്, പീപ്പിൾ ആൻഡ് ഇവന്റ്സ് ആർ ബെറ്റർ ദാൻ അതേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു കാലഘട്ടത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളും ആ കാലഘട്ടത്തിലുള്ള സംഭവങ്ങളും ആളുകളുടെ ജീവിതവും അവതരിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് മറ്റുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തികളെ കുറിച്ചോ അല്ലെങ്കിൽ അവരവരുടെ ഫീലിങ്സിനെ കുറിച്ചോ എഴുതുന്നതിനേക്കാളും മികച്ചു നിൽക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അടുത്തത് വില്യം വേർഡ്സ്വർത്ത്. ഷേക്സ്പിയർ കഴിഞ്ഞ ഒരുപക്ഷെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കവിയാണ് വേർഡ്സ്വർത്ത്. ഫേമസ് നേച്ചർ പോയിറ്റ് ഹൂ സെറ്റ് ഓഫ് ദ റൊമാൻറ്റിക് റിവോൾട്ട് ഇൻ ഇംഗ്ലീഷ് വിത്ത് ലിറിക്കൽ ബാലൻസ് ഇൻ കൊളാബറേഷൻ വിത്ത് സാമുവൽ ടൈലർ കോളറിഡ്ജ് ഇൻ 1798. ഇദ്ദേഹം ഫേമസ് നേച്ചർ പോയിറ്റ് ആണ്. അത് പ്രകൃതിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതിക്കൊണ്ട് പ്രശസ്തനായിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹവും കോളറിഡ്ജും കൂടിയിട്ട് റൊമാൻറ്റിസിസം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഇംഗ്ലണ്ടിൽ ആരംഭിക്കുകയുണ്ടായിട്ടുണ്ട്. പബ്ലിഷ്ഡ് മാസ്റ്റർ പീസ് ദ പ്രില്യൂഡ്, എ ലോങ് ഓട്ടോബയോഗ്രഫിക്കൽ പോയം ഇൻ 1805. ഇദ്ദേഹത്തിന്റെ ദ പ്രില്യൂഡ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള പോയമാണ് വളരെ പ്രശസ്തമായിട്ടുള്ളത്. advocated for poetry to be written in the natural language of common speech.
ഇനി ഇദ്ദേഹത്തിന്റെ ഒരു സാഹിത്യ നിരൂപണത്തിലെ പ്രധാനമായിട്ടുള്ള പോയിന്റ്, സാഹിത്യം എഴുതുന്ന സമയത്ത്, കവിതകൾ എഴുതുന്ന സമയത്ത് സാധാരണക്കാരുടെ ഭാഷയിൽ എഴുതണം എന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയ വലിയ വാക്കുകളും അലങ്കാരങ്ങളും ഒക്കെ ഉപയോഗിച്ച് ആളുകൾക്ക് മനസ്സിലാവാത്ത പോലെ എഴുതാതെ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ എഴുതണം എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം. ടീംസ് ഇൻസ്പയർഡ് ബൈ ഹംബിൾ ആൻഡ് റസ്റ്റിക് ലൈഫ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകൃതി, അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതം, അങ്ങനെയുള്ള തീമുകളൊക്കെയാണ് ഇദ്ദേഹം എഴുതിയിരുന്നത്. ഫിലോസഫി ഓഫ് പോയട്രി. ഇനി ഇദ്ദേഹം പോയട്രിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. പോയട്രി ഷുഡ് ബി റിട്ടൺ ഇൻ ദ നാച്ചുറൽ ലാംഗ്വേജ് ഓഫ് കോമൺ സ്പീച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആലങ്കാരികമായിട്ട് വലിയ വലിയ വാക്കുകൾ ഉപയോഗിച്ച് ആളുകൾക്ക് മനസ്സിലാവാത്ത പോലെ എഴുതാതെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന, സാധാരണ സംസാരിക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കവിത എഴുതണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗുഡ് പോയട്രി ക്യാൻ ബി റിട്ടൺ ഓൺ കോമൺ ഇൻസിഡൻസ് ഇൻ ദ ലൈഫ്സ് ഓഫ് ഓർഡിനറി ഹ്യൂമൻ ബീയിങ്സ് ഇൻ സിമ്പിൾ നാച്ചുറൽ ലാംഗ്വേജ്. ഇനി ഇദ്ദേഹം പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലെ നിസ്സാരമായിട്ടുള്ള സംഭവങ്ങൾ, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നല്ല കവിതകൾ എഴുതാൻ കഴിയും എന്നാണ് പറയുന്നത്. പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ഇമോഷൻസ് റീകളക്റ്റഡ് ഫ്രം ട്രാങ്ക്വിലിറ്റി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പോയട്രിയെ കുറിച്ചുള്ള നിർവചനമാണത്. അതായത് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ്, പെട്ടെന്ന് ഉണ്ടാവുന്ന ഇമോഷൻസിന്റെ ഒരു ഓവർഫ്ലോ ആണ് പോയട്രി എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ്? ഈ ട്രാങ്ക്വിലിറ്റി, നമ്മൾ ശാന്തതയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇമോഷൻസ് റീകളക്ട് ചെയ്യുന്നു. അതായത് നമുക്കൊരു അനുഭവം ഉണ്ടാവുന്ന സമയത്ത് ആ അനുഭവം ഉണ്ടാവുന്ന അപ്പൊ തന്നെ ഇരുന്ന് കവിത എഴുതലല്ലോ ചെയ്യുന്നത്. നമ്മൾ ആ അനുഭവത്തെ കുറിച്ച് ഓർത്തിട്ട് പിന്നീടാണ് നമ്മൾ കവിത എഴുതുക. ആ രീതിയിൽ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്കൊരു ഓവർഫ്ലോ ഉണ്ടാവുന്നു, ഇമോഷണൽ ഓവർഫ്ലോ ഉണ്ടാവുന്നു. പിന്നീട് നമ്മൾ ട്രാങ്ക്വിലിറ്റിയിൽ അല്ലെങ്കിൽ ശാന്തതയിൽ ഇരുന്നിട്ട് ആ ഒരു ഇമോഷൻസിനെ ഓർത്തെടുത്തുകൊണ്ട് എഴുതുന്നതാണ് കവിത എന്നാണ് ഇദ്ദേഹം ഈ പോയട്രിയെ കുറിച്ചിട്ട് നിർവചിക്കുന്നത്. ക്രിട്ടിക്കൽ വ്യൂസ്. ഇനി ഇദ്ദേഹത്തിന്റെ സാഹിത്യ വിമർശനപരമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് നമ്മൾ പറയുന്നത്. പോയറ്റ്സ് ഏജ് ആൻഡ് എൻവയോൺമെന്റ് ഷുഡ് ബി റിഫ്ലക്റ്റഡ് ഇൻ ലിറ്ററേച്ചർ. ഒരു കവിയുടെ അല്ലെങ്കിൽ ഒരു കവിയത്രിയുടെ ഏജ്, അതായത് അവരുടെ പ്രായമല്ല ഉദ്ദേശിക്കുന്നത്, അവർ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും അവരുടെ ചുറ്റുപാടിലെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ കവിതയ്ക്കകത്ത് കാണാൻ കഴിയണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രൈസസ് പോയറ്റ്സ് ഹു മിറർ സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദെയർ ടൈം ലൈക്ക് ഷേക്സ്പിയർ. നമ്മൾ നേരത്തെ സാമുവൽ ജോൺസന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ആ ഒരു കാലഘട്ടത്തെ സാമൂഹിക സാഹചര്യങ്ങൾ അവതരിപ്പിക്കുന്ന കവികളെ അല്ലെങ്കിൽ കവിയത്രികളെ ഇദ്ദേഹം പ്രശംസിച്ചിരുന്നു. emphasizes the importance of depicting common life, people and events in poetry. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സാധാരണ ജീവിതം, സാധാരണ ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ, അതിനെയൊക്കെ കുറിച്ചിട്ട് കവിത എഴുതുന്നതിനെയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഓൺ പോയറ്റിക് ഡിക്ഷൻ. ഡിക്ഷൻ എന്ന് പറയുന്നത് ഭാഷയാണ്. disagrees with the use of poetic diction by neoclassical poets, advocating for the use of language used by common men. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് സാഹിത്യത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ഈ ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ പോലെ വലിയ ആലങ്കാരികമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നതിന് പകരം സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷ ഉപയോഗിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ബിലീവ്സ് there is hardly any difference between the language of prose and that of poetry. പ്രോസ് എന്ന് പറയുന്നത് ഗദ്യമാണ്, അതായത് കഥയും ലേഖനവും ഒക്കെ എഴുതുന്നത്. അതിൽ ഉപയോഗിക്കുന്ന ഭാഷയും കവിതയിൽ ഉപയോഗിക്കുന്ന ഭാഷയും തമ്മിൽ വ്യത്യാസത്തിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നമുക്ക് പല കവിതകൾ വായിച്ചിട്ടുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഈ പല കവികളും കവിതകൾ എഴുതുന്ന സമയത്ത് അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ പലപ്പോഴും വളരെ ആലങ്കാരികമായിട്ടുള്ള വാക്കുകളൊക്കെ ആയിരിക്കും. എന്നാൽ ഒരു ലേഖനം എഴുതുന്ന സമയത്ത് അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കില്ല. അപ്പൊ ഇദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഷ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കവിതകൾ എഴുതാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യൂസ് ഓൺ പോയട്രി. ഇനി ഇദ്ദേഹത്തിന് പോയട്രിയെ കുറിച്ചുള്ള വീക്ഷണങ്ങളാണ്. Poet is a man speaking to men, expressing thoughts and emotions primarily to his readers. ഓക്കെ, ഈ ഭാഷാ പ്രയോഗത്തിൽ ഒരു പുരുഷ കേന്ദ്രീകൃത സ്വഭാവം വന്നിട്ടുണ്ട്. അതിൽ ഞാൻ നിങ്ങളോട് ഖേദം പ്രകടിപ്പിക്കുകയാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ അങ്ങനെയാണ് ഭാഷ ഉപയോഗിച്ചിരുന്നത്. പോയറ്റ് ഇസ് എ മാൻ സ്പീക്കിംഗ് ടു മെൻ. അതായത് ഇവിടെ നമുക്ക് എന്ത് പറയാം, പോയറ്റ് എന്ന് പറയുന്നത് സ്ത്രീയോ പുരുഷനാകാം, എന്തായാലും തന്നെയും ഒരു മനുഷ്യൻ മറ്റ് മനുഷ്യരോട് സംസാരിക്കുന്നതാണ് പോയട്രി എന്ന് പറയുന്നത്. അവരുടെ ചിന്തകളും അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസും ആണ് ആ വായനക്കാരോട് ഒരു പോയറ്റ് പങ്കുവയ്ക്കുന്നത്, നമുക്കറിയാവുന്നതാണ്. പോയട്രി എയിംസ് അറ്റ് യൂണിവേഴ്സൽ ട്രൂത്ത്സ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ്സ് ദം ത്രൂ പർട്ടിക്കുലർ ഇൻസ്റ്റൻസസ് ആൻഡ് ഇല്ലുസ്ട്രേഷൻസ്.
അപ്പോൾ യൂണിവേഴ്സൽ ട്രൂത്ത്സ് ആണ് ഈ പോയട്രിക്കകത്ത് പങ്കുവയ്ക്കുന്നത്. അത് പർട്ടിക്കുലർ ഇൻസ്റ്റൻസസ്, അതായത് ഓരോ പ്രത്യേക സംഭവങ്ങളെ കുറിച്ചിട്ട് എഴുതിക്കൊണ്ട് അതിലൂടെ ഈ യൂണിവേഴ്സൽ ട്രൂത്ത്സ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് വരുന്നത്. പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് ബ്ലെൻഡിങ് പാഷൻസ് ആൻഡ് നോളജ്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, പോയട്രി എന്ന് പറയുന്നത് ഇങ്ങനെ പെട്ടെന്നുണ്ടാവുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് ആണ് എന്നുള്ളത്. ഓവറോൾ ഇൻഫ്ലുവൻസ്. Wordsworth's writings aim to simplify life, advocating for return to nature and reality. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കവിതകളിലും അദ്ദേഹം ഇതുപോലെ കവിതകളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയുള്ളത് പ്രകൃതിയിലേക്കും അതുപോലെ തന്നെ മനുഷ്യരുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളിലേക്കും ജീവിതത്തിലെ ലളിതമായിട്ടുള്ള സന്തോഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും മടങ്ങുക, അതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ കവിതകളിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ കവിതകളെ കുറിച്ച് വന്ന അഭിപ്രായത്തിലും ആ രീതിയിൽ ലളിതമായിട്ടുള്ള ജീവിതത്തെ കുറിച്ചിട്ടും അത്തരം സംഭവങ്ങളെ കുറിച്ചിട്ടും സാധാരണക്കാരുടെ ഭാഷയിൽ എഴുതുക എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അടുത്തത് സാമുവൽ ടൈലർ കോളറിഡ്ജ്, ഇംഗ്ലീഷ് ലിറിക്കൽ പോയറ്റ്, ക്രിട്ടിക് ആൻഡ് ഫിലോസഫർ, നോൺ ഫോർ ലിറിക്കൽ ബാലൻസ് വിത്ത് വേർഡ്സ്വർത്ത് ആൻഡ് ബയോഗ്രഫിയ ലിറ്ററാറിയ. അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, വില്യം വേർഡ്സ്വർത്തിന്റെ കൂടെ ലിറിക്കൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു കൃതി പുറത്തിറക്കിയിട്ടുള്ള ആളാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിയും അതുപോലെ ഫിലോസഫറും സാഹിത്യ വിമർശകനും ഒക്കെയാണ്. കൺസിഡർഡ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ക്രിട്ടിക് ടു ബിൽഡ് ലിറ്റററി ക്രിറ്റിസിസം ഓൺ എ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ. ഒരു ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ സാഹിത്യ വിമർശനം നടത്തുന്ന ആദ്യത്തെ വ്യക്തി എന്നുള്ള രീതിയിലാണ്, അതായത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ആദ്യത്തെ വ്യക്തി എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. തിയറി ഓഫ് ഇമാജിനേഷൻ. ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ ഇമാജിനേഷൻ ആൻഡ് ഫാൻസി ആൻഡ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമാജിനേഷൻ. ഇദ്ദേഹത്തിന്റെ തിയറിയിൽ പ്രധാനമായിട്ട് വരുന്നത് ഇമാജിനേഷൻ അതുപോലെ ഫാൻസി എന്നുള്ള രണ്ട് സങ്കല്പങ്ങളാണ്. അതുപോലെ തന്നെ ഇമാജിനേഷനിൽ പ്രൈമറിയും സെക്കൻഡറിയും ഇമാജിനേഷൻ എന്ന രീതിയിൽ ഇദ്ദേഹം തരംതിരിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയും. പോയറ്റിക് ഇമിറ്റേഷൻ ഈസ് എ ക്രിയേഷൻ ബേസ്ഡ് ഓൺ സെൻസേഷൻസ് ആൻഡ് ഇംപ്രഷൻസ് ഫ്രം ദി എക്സ്റ്റേണൽ വേൾഡ് ഷേപ്ഡ് ബൈ ദ പോയിറ്റ്സ് ഇമാജിനേഷൻ. അപ്പൊ നമുക്കറിയാം, ചുറ്റിലും ഉണ്ടാവുന്ന കാര്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആളുകൾ കവിത എഴുതുന്നത് എന്നുള്ളത്. ആ രീതിയിൽ ഇങ്ങനെ ഈ എക്സ്റ്റേണൽ വേൾഡിൽ നിന്നുണ്ടാവുന്ന ഈ ഇംപ്രഷൻസ്, സെൻസേഷൻസ് അതിൽ ബേസ് ചെയ്തുകൊണ്ട് ഒരു പോയിന്റ് ഇമാജിനേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് കവിത എഴുതുന്നത്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണത്. ഇനി പറയുന്നത് ഫാൻസി ആൻഡ് ഇമാജിനേഷൻ ആണ്. ഇദ്ദേഹത്തിന്റെ തിയറിയിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഫാൻസി ഈസ് എ മെക്കാനിക്കൽ പ്രോസസ് ദാറ്റ് റീഅസംബിൾസ് റെഡിമെയ്ഡ് ഇമേജസ് while imagination is creative and reshapes raw materials into objects of beauty. ഫാൻസി എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പ്രോസസ്സാന്ന് പറയുന്നത് റീഅസംബ്ലിങ്, അതായത് നമ്മുടെ ഓർമ്മകളിൽ നമ്മുടെ അനുഭവങ്ങളിൽ ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ എടുത്ത് അവതരിപ്പിക്കുന്നതാണ് ഫാൻസി എന്ന് അദ്ദേഹം പറയുന്നത്. അതാണ് മെക്കാനിക്കൽ റെഡിമെയ്ഡ് ഇമേജ് എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ എഴുതുന്ന വ്യക്തിയുടെ ക്രിയേറ്റിവിറ്റി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ റീഷേപ്പ് ചെയ്തുകൊണ്ട് എഴുതുന്നതിനെയാണ് അദ്ദേഹം ഇമാജിനേഷൻ എന്ന് പറയുന്നത്. പ്രൈമറി ഇമാജിനേഷൻ പെർസീവ്സ് ദ വേൾഡ് അറൗണ്ട് us, while secondary imagination makes artistic creation possible. പ്രൈമറി ഇമാജിനേഷൻ ആണ് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ നമ്മൾ പെർസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആസ്വദിക്കുന്നത്. നമുക്കറിയാം, ഒരു മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളും അത് കണ്ട് ആസ്വദിക്കണം എന്നില്ല. ചില ആളുകൾക്കാണ് അത് കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ അത് എങ്ങനെ നമ്മൾ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് അദ്ദേഹം പ്രൈമറി ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അതായത് കൂടുതൽ ഇമാജിനേഷൻ ഉള്ള ആളുകൾക്ക് അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാനും വേണ്ടി കഴിയും. ഇനി ആ ഉൾക്കൊണ്ട കാര്യത്തെ കുറിച്ചിട്ട് ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷൻ നടത്തുന്നത് സെക്കൻഡറി ഇമാജിനേഷൻ വഴിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി പറയുന്നത് പോയറ്റിക് ജീനിയസ്. ജീനിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത്. ജീനിയസ് ഈസ് ഇൻബോൺ ആൻഡ് ക്രിയേറ്റീവ് ലൈക്ക് ഇമാജിനേഷൻ, while talent is acquired and combinatory like fancy. ടാലന്റ് എന്ന് പറയുന്നത് അക്വയർഡ് ആണ്, നമ്മൾ പഠിച്ചെടുക്കുന്ന, നേടിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ടാലന്റിൽ വരുന്നതാണ്. എന്നാൽ ജീനിയസ് എന്ന് പറയുന്നത് എന്താണ്? ജന്മനാ കിട്ടുന്ന ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റി ആണെന്നാണ് പറയുന്നത്. റിയൽ പോയറ്റിക് ജീനിയസ് മാനിഫെസ്റ്റ് ത്രൂ എ സെൻസ് ഓഫ് മ്യൂസിക്കൽ ഡിലൈറ്റ്. അപ്പോൾ ഒരു ജീനിയസ് ആയിട്ടുള്ള പോയട്രിക്കകത്ത് ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മ്യൂസിക്കൽ ഡിലൈറ്റ്, അതിനൊരു സംഗീതാത്മകമായിട്ടൊരു സ്വഭാവം ഉണ്ടായിരിക്കും. ചോയ്സ് ഓഫ് സബ്ജക്ട്സ്, അതുപോലെ ഏത് വിഷയങ്ങളെ കുറിച്ചിട്ടാണ് അവർ എഴുതുന്നത് എന്നുള്ള കാര്യം തിരഞ്ഞെടുക്കുന്നതിൽ ഈ ഒരു ജീനിയസിന്റെ അടയാളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഷേപ്പിംഗ് ആൻഡ് മോഡിഫൈങ് പവർ ഓഫ് ഇമാജിനേഷൻ, അതുപോലെ തന്നെ എത്രമാത്രം അവരുടെ ഇമാജിനേഷന്റെ പവർ ആ കവിതയ്ക്കകത്ത് കാണുന്നുണ്ട് എന്നുള്ളത് ജീനിയസിന്റെ ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും.
ആൻഡ് ഡെപ്ത് ആൻഡ് എനർജി ഓഫ് തോട്ട്. ഇനി എത്ര ആഴത്തിലുള്ള ചിന്തകളാണ് അവർ ഒരു കവിതയിൽ പങ്കുവെക്കുന്നത് എന്നുള്ള കാര്യവും ജീനിയസിന്റെ അടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ലിറ്റററി തിയറിക്കകത്ത് പറയുന്നത്. അടുത്തത് പി ഷെല്ലി. ഇദ്ദേഹവും ഷേക്സ്പിയറിനെ പോലെ വേർഡ്സ്വർത്തിനെ പോലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള വ്യക്തിത്വമാണ്. ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് നോൺ ഫോർ പോയംസ് ലൈക്ക് ഒസിമാന്തിയാസ്, ഓൾ ടു ദ വെസ്റ്റ് വിൻഡ് ആൻഡ് ടു എ സ്കൈലാർക്ക്. ഇദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പോയംസ് ആണ് സ്കൈലാർക്ക്, അതുപോലെ തന്നെ ഓൾ ടു ദ വെസ്റ്റ് വിൻഡ് തുടങ്ങിയവ. ഓൾസോ റോട്ട് പൊളിറ്റിക്കൽ ബാലഡ്സ് ആൻഡ് വേഴ്സ് ഡ്രാമാസ്. ഇത് കൂടാതെ ഇദ്ദേഹം ബാലഡ്സും ഡ്രാമാസും എഴുതുകയുണ്ടായി. അതായത് നാടകങ്ങൾ പോലുള്ള കാര്യങ്ങളും ഇദ്ദേഹം എഴുതുകയുണ്ടായി. പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇദ്ദേഹം അഭിപ്രായങ്ങൾ പറയാറുണ്ട്. വിത്ത് വർക്ക്സ് ലൈക്ക് ദ മാസ്ക് ഓഫ് അനാർക്കി, ദ സെൻസി ആൻഡ് പ്രൊമിറ്റ്യൂസ് അൺബൗണ്ട്. ഇദ്ദേഹത്തിന്റെ ആ രീതിയിലുള്ള പ്രശസ്തമായിട്ടുള്ള വർക്കുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഹിസ് എസ്സേ എ ഡിഫൻസ് ഓഫ് പോയട്രി ആർഗ്യൂസ് ഫോർ ദ പ്രൈമസി ഓഫ് ദി ഇമാജിനേഷൻ ഓവർ റീസൺ ആൻഡ് ദ റോൾ ഓഫ് പോയറ്റ്സ് ഇൻ സൊസൈറ്റി. ഇദ്ദേഹത്തിന്റെ എ ഡിഫൻസ് ഓഫ് പോയട്രി എന്ന് പറയുന്ന എസ്സേക്കകത്ത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, റീസൺ അഥവാ യുക്തിക്ക് മുകളിൽ ഇമാജിനേഷൻ ആണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത്. രണ്ട്, ഒരു സൊസൈറ്റിക്കകത്ത്, ഒരു സമൂഹത്തിനകത്ത് പോയറ്റ്സിന്റെ സ്ഥാനം എന്താണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. കൺസെപ്റ്റ് ഓഫ് പോയട്രി. ഇനി ഇദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ പോയട്രിയെ കുറിച്ചുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. ഷെല്ലി ആർഗ്യൂസ് ഇൻ എ ഡിഫൻസ് ഓഫ് പോയട്രി that imagination is superior to reason as it allows for empathy and moral growth. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ റീസൺ അഥവാ യുക്തിയേക്കാൾ പ്രാധാന്യം ഇമാജിനേഷൻ ആണ് വരുന്നത് എന്നാണ്. ഇമാജിനേഷനിലൂടെ ഒരു എമ്പതി, ഒരു സഹാനുഭൂതിയും അതുപോലെ തന്നെ മോറൽ ഗ്രോത്ത്, ഒരു ധാർമ്മികമായിട്ടുള്ള വളർച്ചയും നേടാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡിഫൈൻസ് പോയട്രി ആസ് ദി എക്സ്പ്രഷൻ ഓഫ് ഇമാജിനേഷൻ എൻകംപാസിംഗ് ഓൾ ഫോംസ് ഓഫ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഒരു ഇമാജിനേഷന്റെ എക്സ്പ്രഷൻ ആണ് പോയട്രി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ബിലീവ്സ് പോയിറ്റ്സ് ആർ ദി അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് ദ വേൾഡ് ഷേപ്പിംഗ് സൊസൈറ്റി ത്രൂ ദെയർ ഇമാജിനേറ്റീവ് ക്രിയേഷൻസ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഈ സാംസ്കാരികതയുടെ പുരോഗമനത്തിൽ ഈ കവികൾക്ക് അല്ലെങ്കിൽ സാഹിത്യകാർക്ക് വലിയ പങ്ക് വഹിക്കാൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ അംഗീകരിക്കപ്പെടാത്ത ലെജിസ്ലേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ നിയമം നിർമ്മിക്കുന്നവർ എന്നാണ് ഷെല്ലി ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഇവരുടെ ഈ ഇമാജിനേഷനിലൂടെ ഇവർ എഴുതിയ കാര്യങ്ങളൊക്കെ ഒരു സമൂഹത്തിന്റെ സാംസ്കാരിക നിലവാരം രൂപപ്പെടുന്നതിന് വളരെ സഹായകരമായിട്ടുണ്ട് അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കൺസിഡേഴ്സ് പോയട്രി സുപ്പീരിയർ ടു അതർ ആർട്ട് ഫോംസ് ആസ് ഇറ്റ് ഫേസസ് ഫ്യൂവർ ലിമിറ്റേഷൻസ് ഇൻ എക്സ്പ്രസിംഗ് ദ ക്രിയേറ്റീവ് ഇമാജിനേഷൻ. ഇനി ഇദ്ദേഹം പോയട്രിയെ മറ്റുള്ള ആർട്ട് ഫോംസിനേക്കാളും മുകളിലാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. കാരണം അതിന് ലിമിറ്റേഷൻസ് കുറവാണെന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു നാടകം കളിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് അഭിനയിക്കുന്ന ആൾക്കാരെ കിട്ടണം, അതിന്റെ കോസ്റ്റ്യൂം, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് എഴുതുന്ന സമയത്ത് എന്തും എഴുതിക്കാൻ പറ്റും. പക്ഷെ എഴുതുന്ന കാര്യം സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കുറച്ച് പ്രയാസകരമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ആ രീതിയിൽ ഈ പോയട്രി എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് കുറവായത് കാരണം കൊണ്ട് മറ്റുള്ള ആർട്ടിനേക്കാളും മുകളിലാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. Contends that art and imagination, rather than reason alone, have the power to morally uplift humanity and inspire better futures. അപ്പോൾ ഇദ്ദേഹം ഇവരുടെ വീണ്ടും ആവർത്തിക്കുന്നത് യുക്തി ചിന്ത കൊണ്ട് മാത്രമല്ല, ഇമാജിനേഷൻ കൊണ്ടും ഈ ലോകത്തിന്റെ വളർച്ച അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള നിലവാരം ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ രീതിയിൽ ധാർമ്മികമായിട്ടും അതുപോലെ തന്നെ ഒരു സഹാനുഭൂതിയായിട്ടൊക്കെ ആളുകളിൽ ചിന്തകൾ, വികാരങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് യുക്തി മാത്രമല്ല ഇമാജിനേഷൻ കൂടി കാരണമാണ്. ആ തരത്തിൽ ഈ പോയിറ്റ്സ് സമൂഹത്തിൽ വളരെ പ്രധാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ ലാസ്റ്റ് നോക്കാനുള്ളത് മാത്യു അർണോൾഡ് ആണ്. ബ്രിട്ടീഷ് പോയറ്റ് ആൻഡ് ക്രിട്ടിക് ഡ്യൂറിംഗ് ദ വിക്ടോറിയൻ എറ, നോൺ ഫോർ വർക്ക്സ് ലൈക്ക് എസ്സേസ് ഇൻ ക്രിറ്റിസിസം, കൾച്ചർ ആൻഡ് അനാർക്കി ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ. ഇദ്ദേഹം വിക്ടോറിയൻ കാലഘട്ടത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു സാഹിത്യ വിമർശകനും അതുപോലെ കവിയുമാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ലേഖനങ്ങളിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ, ഈ സാഹിത്യ വിമർശനമൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. കൺസിഡേർഡ് ദ ഫസ്റ്റ് മോഡേൺ ക്രിട്ടിക് ഫോർ ഹിസ് യൂസ് ഓഫ് കമ്പാരിറ്റീവ് അനാലിസിസ് ആൻഡ് സോഷ്യോളജിക്കൽ ക്രിറ്റിസിസം. ഇദ്ദേഹത്തിന്റെ കമ്പാരിറ്റീവ് അനാലിസിസ്, അതായത് താരതമ്യ പഠനം, അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ ക്രിറ്റിസിസം, ഇത്തരം കാര്യങ്ങൾ കാരണം കൊണ്ട് ആദ്യത്തെ മോഡേൺ ക്രിട്ടിക് എന്നുകൂടി ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ക്ലാസിസിസം ഇൻ ലിറ്ററേച്ചർ.
ഇനി ഇദ്ദേഹത്തിന്റെ തിയറികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അർണോൾഡ് ബിലീവ്ഡ് പോയട്രി ഷുഡ് പ്രൊവൈഡ് എ ഹീലിംഗ് ടച്ച് ടു ഹ്യൂമാനിറ്റീസ് സഫറിംഗ്, ഡിഫൈനിങ് ഇറ്റ് ആസ് ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. അപ്പോൾ ഇദ്ദേഹം പോയട്രിയെ കുറിച്ച് പറയുന്നത് അത് ഹ്യൂമാനിറ്റീസ് സഫറിങ്, മനുഷ്യവംശത്തിന്റെ സഫറിങ്. നമുക്കറിയാം മനുഷ്യവംശം ഒരുപാട് പ്രശ്നങ്ങൾ ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ മനുഷ്യവംശത്തിന്റെ ഈ ഒരു ദുരിതത്തിന് ഒരു ഹീലിംഗ് ടച്ച്, ഒരു ആശ്വാസം പോലെയാണ് അദ്ദേഹം ഈ പോയട്രിയെ കാണുന്നത്. എംഫസൈസ് ദ നീഡ് ഫോർ ഹൈ സീരിയസ്നെസ് ഇൻ പോയട്രി, റിജക്റ്റിംഗ് ട്രിവിയൽ ഓർ സൂപ്പർഫിഷ്യൽ ഐഡിയാസ്. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ആളുകളെ കുറിച്ച് കാണുകയുണ്ടായി, എന്താണ് നിത്യജീവിതത്തിലെ നിസ്സാര സംഭവങ്ങളെ കുറിച്ച് എഴുതണം എന്ന് പറയുന്ന ആളുകളൊക്കെ. മാത്യു അർണോൾഡിന്റെ അഭിപ്രായത്തിൽ ഹൈ സീരിയസ്നെസ് ആണ് അദ്ദേഹം പറയുന്നത്. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല എഴുതേണ്ടത്, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പോയട്രിയിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് ഇദ്ദേഹത്തിനുള്ളത്. Advocated for poetry to draw from the classical tradition for language, style and expression, viewing classical poetry as the epitome of beauty and lasting impression. ഇനി പോയട്രിയുടെ സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ലാംഗ്വേജിൻ്റെ യൂസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇദ്ദേഹം ക്ലാസിക്കൽ ലിറ്ററേച്ചറിനോടാണ് താരതമ്യം ചെയ്യുന്നത്. അതായത് ക്ലാസിക്കൽ ലിറ്ററേച്ചറാണ് ഇതിൻ്റെ എപ്പിറ്റോം അല്ലെങ്കിൽ ഇതിൻ്റെ ഉന്നതി എന്ന് പറയുന്നത്. അതുപോലെ എഴുതുക എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് അതിൻ്റെ സ്ട്രക്ചർ, സ്റ്റൈല് തുടങ്ങിയവയൊക്കെ സ്വീകരിക്കുക എന്നുള്ള ഒരു ആശയമാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. കൺസെപ്റ്റ് ഓഫ് കൾച്ചർ ഡിഫൈൻഡ് കൾച്ചർ ആസ് എ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ അറ്റൈൻ ത്രൂ നോളജ് ഓഫ് ദ ബെസ്റ്റ് ഇൻ ഹ്യൂമൻ തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. ഇനി ഇദ്ദേഹം കൾച്ചർ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ സംഭാഷണങ്ങളിൽ ഈ കൾച്ചർ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ സംസ്കാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന അർത്ഥത്തിലാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ചില ആളുകളെ കുറിച്ചിട്ട് ആൾക്ക് തീരെ സംസ്കാരമില്ല എന്നുള്ള രീതിയിലൊക്കെ. അവിടെയൊക്കെ നമ്മൾ സംസ്കാരം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ല രീതിയിലുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള രീതിയിലുള്ള ചിന്താഗതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ കൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ എഴുതാലോ, എന്താണ് ഒരു പ്രദേശത്തിന്റെ കൾച്ചർ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന്റെ കൾച്ചർ എന്ന രീതിയിലൊക്കെ കൾച്ചർ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ കൾച്ചർ എന്നുള്ള പ്രയോഗം വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലാണ്. അതായത് ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ള രീതിയിലുള്ള ചിന്തകളും പ്രവൃത്തികളെയുമാണ് അദ്ദേഹം കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺട്രാസ്റ്റ് കൾച്ചർ വിത്ത് അനാർക്കി, representing undisciplined forces like prejudice, narrowness and blind individualism. അപ്പോൾ ഇദ്ദേഹം ഈ കൾച്ചറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് അനാർക്കിയാണ് അല്ലെങ്കിൽ അരാജകത്വമാണ്. അതായത് ബ്ലൈൻഡ് ഇൻഡിവിജ്വലിസം, അമിതമായിട്ടുള്ള സ്വാർത്ഥത, അതുപോലെ തന്നെ അഹങ്കാരം, അസൂയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അരാജകത്വപരമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കാണുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കൾച്ചറിനകത്ത് പറയുന്നത്. ഐഡന്റിഫൈഡ് 3 ക്ലാസസ് ഇൻ ഇംഗ്ലീഷ് സൊസൈറ്റി: ബർബേറിയൻസ് അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റുകൾ, അതായത് ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ ആയിട്ടുള്ള ആളുകൾ; ഫിലിസ്റ്റീൻസ്, മിഡിൽ ക്ലാസ്, മധ്യവർഗമായിട്ട് വരുന്ന ആളുകൾ; ആൻഡ് പോപ്പുലേഴ്സ്, സാധാരണക്കാരായിട്ട് വരുന്ന ജനങ്ങൾ. ഓൾ ലാക്കിംഗ് ഇൻ ട്രൂ കൾച്ചർ. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് സമൂഹത്തിനകത്തുള്ള സാധാരണക്കാരായാലും മിഡിൽ ക്ലാസ് ആയാലും അല്ലെങ്കിൽ ഹൈ ക്ലാസ് ആയാലും ആർക്കും തന്നെ ശരിയായിട്ടൊരു കൾച്ചർ ഉണ്ടായിരുന്നില്ല. അതായത് ഈ ശരിയായ രീതിയിലുള്ള ചിന്താഗതിയും പെരുമാറ്റവും ഉണ്ടായിരുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് ഇദ്ദേഹത്തിന് ഉള്ളത്. യൂസ് ആൻഡ് ഫങ്ഷൻ ഓഫ് പോയട്രി. ഇനി പോയട്രിയുടെ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അർണോൾഡ് വ്യൂഡ് പോയട്രി ആസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. നമ്മൾ പറഞ്ഞു ജീവിത വിമർശനം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോയട്രിയെ കാണുന്നത്. പ്രൊവൈഡിങ് ഇന്റർപ്രിട്ടേഷൻ, സബ്സ്റ്റൻസ് ആൻഡ് കൺസോലേഷൻ ടു ഹ്യൂമാനിറ്റി. അതായത് ഈ മാനവരാശിയുടെ ഒരു ദുരിതത്തിനുള്ള ഒരു ആശ്വാസവാക്ക് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോയട്രിയെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ, എന്തുകൊണ്ട് നമ്മളിങ്ങനെ ദുരിതം അനുഭവിക്കുന്നു, അതിനൊരു ആശ്വാസം കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ പോയട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിലീവ്ഡ് പോയട്രീസ് അൾട്ടിമേറ്റ് ഫംഗ്ഷൻ ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് ഐഡിയാസ് ടു ലൈഫ് അണ്ടർ ദ കണ്ടീഷൻസ് ഫിക്സ്ഡ് ബൈ ദ ലോസ് ഓഫ് പോയറ്റിക് ട്രൂത്ത് ആൻഡ് പോയറ്റിക് ബ്യൂട്ടി. അപ്പോൾ ഈ പോയട്രിയുടെ അൾട്ടിമേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഐഡിയാസ് ഇൻ ലൈഫ്, അതായത് ജീവിതത്തിൽ ആ ഒരു ആശയങ്ങൾ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സജസ്റ്റഡ് യൂസിങ് ദ ടച്ച് സ്റ്റോൺ മെത്തേഡ് ടു ജഡ്ജ് ദ ക്വാളിറ്റി ഓഫ് പോയട്രി ബൈ കമ്പയറിംഗ് ഇറ്റ് ടു മാസ്റ്റർ പീസസ് ഓഫ് ആന്റിക്വിറ്റി. ഇനി ഇദ്ദേഹം ഒരു ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്ന ഒരു രീതി അവതരിപ്പിച്ചിരുന്നു. ഒരു പോയട്രിയുടെ അല്ലെങ്കിൽ ഒരു പോയത്തിന്റെ ഒരു ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട്. ടച്ച് സ്റ്റോൺ മെത്തേഡിനകത്ത് പറയുന്നത് ഈ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലൊക്കെ അല്ലെങ്കിൽ ഷേക്സ്പിയറിനെയൊക്കെ പോലുള്ള വലിയ ആരെങ്കിലും ഒരു കവിത ഉദാഹരണമായിട്ട് എടുത്തിട്ട്
ആ കവിതയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് എത്രമാത്രം നല്ലതാണ് എന്ന് രണ്ടിനെയും കമ്പയർ ചെയ്ത് പരിശോധിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം ടച്ച് സ്റ്റോൺ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം. ഇനി ഇദ്ദേഹം ഈ സാഹിത്യ വിമർശനത്തിന്റെ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. Arnaud argued that criticism is more important than previously believed, aiming to disseminate the best ideas and promote intellectual and creative excellence. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് പണ്ട് കരുതിയതിനേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഫിലിം ക്രിറ്റിസിസം ഒക്കെ നമ്മൾ കാണുന്നതാണ്. സിനിമയുടെ റിവ്യൂ അല്ലെങ്കിൽ ബുക്കിന്റെ റിവ്യൂ എന്നുള്ളതൊക്കെ ആളുകൾ ഒരു സിനിമ കാണുകയോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുകയോ ചെയ്യുന്നതിന് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം. ആ രീതിയിൽ ഈ സാഹിത്യ വിമർശനം ഇതുപോലെ നല്ല കവിതകൾ, നല്ല ആശയങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന്, അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് സഹായിക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് stressed the role of criticism in shaping the creative faculties of poets and establishing an atmosphere conducive to creative genius. നമ്മൾ നേരത്തെ കാണുകയുണ്ടായി, പല ക്രിട്ടിക്കുകളും പല അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി എങ്ങനെയാണ് എഴുതേണ്ടത്. ചിലർ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എഴുതണമെന്ന് പറയുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളാണെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എഴുതണമെന്ന് പറയുന്നു. ആ രീതിയിൽ ഒരു ക്രിയേറ്റീവ് ഗൈഡൻസ് ആയിട്ട് ലിറ്റററി ക്രിറ്റിസിസം ഈ എഴുത്തുകാർക്ക് ഇങ്ങനെ സഹായകരമാകും എന്നുള്ള അഭിപ്രായം കൂടിയാണ് അദ്ദേഹം ക്രിറ്റിസിസത്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.